ചെറുപ്പകാലത്ത് ഞാനൊക്കെ ഇങ്ങനെ ദൂരദർശൻ ആ സമയം സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ഈ 4 മണി 5 മണി സമയത്തൊക്കെ ശരിക്കും നമ്മളിങ്ങനെ കുറച്ച് മിച്ചറും കുറച്ച് ലഡും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണുന്ന ഒരു സംഗതി ഉണ്ട്. ഇതും കൂടെ ഈ ഗെയിമും കൂടെ വെച്ച് കണക്ട് ചെയ്തപ്പോ മോഗ്ലി കാണാറില്ലേ? കണ്ടാ ഞങ്ങളുടെ ജംഗിൾ ബുക്ക് ഇത് ഹിറ്റായി. ജയൻ റോബർട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ശക്തിമാൻ കഴിഞ്ഞ ജംഗിൾ ബുക്ക് വന്നു. പിന്നെ ഡെൻവർ ദ ലാസ്റ്റ് ഡൈനോസർ എന്ന് പറഞ്ഞ് പിന്നെ ഹീമാൻ ഉണ്ടായിരുന്നു. ഹീമാൻ ദ മാസ്റ്റർ ഓഫ് യൂണിവേഴ്സ് തിരുവനന്തപുരം. അപ്പൊ നോബിഷേട്ട് പറഞ്ഞപ്പോ ശരിക്കും പണ്ടത്തെ കാലത്തിലേക്ക് എന്താ പറയാ നമുക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. എല്ലാവരുടെ കുട്ടിക്കാലം ഈ ജയന്റ് റോബോട്ടിന്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നതും. ശരിക്കും ഇപ്പോഴത്തെ ഒരു ഗെയിമും കൂടെ കഴിഞ്ഞപ്പോ എനിക്ക് ശരിക്കും ആ ഒരു ജംഗിൾ ബുക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളിലേക്ക് ഒന്ന് പോവാൻ തോന്നുന്നുണ്ട്. കാണാനും കൊതിയാവുന്നുണ്ട്. ഒരു പച്ചലപ്പാമ്പ് അവതാര സിനിമയിലെ നായികയെ പോലെ ആരാ മനസ്സിലായില്ല? എന്റെ അടുത്താ ഞാൻ ഈ കാടിന്റെ സ്വന്തം കാടിന്റെ മകൻ മൗഗ്ലി. പിന്നെ ഞാൻ കാട്ടിലല്ലേ? നിങ്ങൾ ആരാ മനസ്സിലായില്ല? ആരെന്ന് പറഞ്ഞോട്. ഞങ്ങൾ ഈ നാട്ടിലെ മനുഷ്യന്മാരാ. അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ ഇറങ്ങാറുണ്ട്, മനുഷ്യരെ കാണാറുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ശരിക്കും നിന്നെ ആരാ പറഞ്ഞ് പറ്റിച്ചതാണ്. ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയൊക്കെ നോക്കണം. കളിയാക്കുന്നതൊക്കെ കൊള്ളാം. നാട്ടിലേക്കൊന്ന് ഇറങ്ങി വന്ന് നോക്കിയാൽ മതി. ഞങ്ങള് ഭയങ്കര സെലിബ്രിറ്റീസാ അല്ലേ? ഹലോ, ബന്ധുക്കളെയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ? കുഞ്ഞമ്മരെ മക്കളാണല്ലേ? സൂപ്പറായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഏതായിരുന്നാലും നിങ്ങളെ ബന്ധുക്കളെ കണ്ടല്ല, എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ വീടിന്റെ കേസിനകത്താക്കും. അങ്ങോട്ട് പോ, എല്ലാത്തിനും ഞാൻ തന്നെ പുറകെ ഇറങ്ങണം. കൊല്ലം സുധി സെലിബ്രേറ്റ് ചെയ്യണം, മനസ്സിലായ? ഇതിൽ ചെളിയല്ലല്ലോ പറ്റി വെച്ചിരിക്കുന്ന കരിയല്ലേ? ആ, നീ നിന്റെ ബന്ധുക്കളെ കാട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു വാക്കെന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ? ഏത് ബന്ധു? അല്ല, സാരമില്ല, എനിക്ക് ബന്ധുക്കളൊന്നുമില്ല. പക്ഷെ കൂടപ്പുറപ്പുകളെ കാട്ടി കൊണ്ടുവരുന്ന സമയത്ത് ഒരു വാക്കെന്റെ അടുത്ത് പറയണം. ഏത് കൂടപ്പുറപ്പ്? അല്ല, ഒരു ചെവിയും ഒരു കൊമ്പും ഇല്ലെന്നേ ഉള്ളു. ഏകദേശം ആ നീല ഷർട്ടും അതുപോലെ തന്നെ. തമാശ കാര്യങ്ങളൊന്നും വേണ്ട. തമാശ അടിക്കും ഞാൻ. എന്റെ കാട്ടിൽ വന്നാൽ ഞാൻ തമാശ അടിക്കും. ഞങ്ങളൊരു പെർമിഷൻ എടുത്തിട്ടാണ് ഇവിടെ മതി. അതെ, ഈ തമാശകള് സീരിയസ് ആവണേക്കാളും മുന്നേ ആ പാമ്പ് എന്തെങ്കിലും ചെയ്യോ മോഗ്ലി? ഏതാണ് ആ പാമ്പ്? അതിഥി നിനക്ക് 1 മാസത്തേക്കുള്ള ആഹാരമാണ് ഈ വന്നിരിക്കുന്നത്. പിന്നെ കാട്ടിൽ മാത്രമേ ഉള്ളൂ നിന്റെ പേര് പാമ്പ്, നാട്ടിൽ നീ അതിഥിയാണ്. ഈ അതിഥിയെ പിടിച്ച് കൂട്ടിനകത്തിടും. പറഞ്ഞു മനസ്സിലായില്ലേ? ഇത് 1 മാസത്തേക്കുണ്ട്, ഇത് 1 വർഷത്തേക്കുണ്ട്. പക്ഷേ ഇതിനെ വേണമെങ്കിൽ പാമ്പ് ഒഴുകിക്കോട്ട് 2 ഡംബൽസും കൂടെ കൊടുക്കണം. കിടക്കൂല പാമ്പിന്റെ. ഞാൻ കൊടുത്ത ശിക്ഷയാണിത്. എന്നോട് കളിച്ചും ചിരിച്ചൊക്കെ നടന്നേണ്. വേറെ ഓർഡർ എടുത്തിട്ട് എന്നെ വിട്ട് എന്നെ പാരോചാണ്. ഞാൻ വിചാരിച്ച് പിടിച്ച് തൂക്കിക്കിടാന്ന് വിചാരിച്ച്. ഇല്ല, ഞാൻ അറിഞ്ഞില്ല സുഹൃത്തെ. ഇവിടെ വന്നപ്പോ മുതൽ ഞങ്ങള് മൊത്തം നോക്കിയപ്പോഴേ കൊറേ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ആ മാനിന്റെ കാലില് മാത്രം എന്തൊരു കെട്ട്. അയ്യോ, എന്തൊക്കെ
എന്റെ കൂടപ്പുറപ്പ് പോലെ ഞാൻ കൊണ്ടു നടന്നതാ. എന്റെ കണ്ണ് വെട്ടിച്ചിട്ട് എവിടെ ചെന്ന് വെള്ളം കുടിച്ചോണ്ടൊന്ന് വെളിയിൽ നിന്ന് വന്ന് ആരോ തോക്കിട്ട് വെടി വെച്ചതാ. കാലിന് കംപ്ലീറ്റ് മുറിഞ്ഞ്. ഞാൻ അറിഞ്ഞില്ല കേട്ടാ. സൂക്ഷിക്കണം കേട്ടോ. ഇനിയെങ്കിലും എവിടെയെങ്കിലും പോകുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടു നിൽക്കണം. നല്ല രീതിയിൽ മുറിഞ്ഞു. പാവം. ചോര കണ്ടപ്പോ എനിക്ക് അത്ര വിഷമമായിപ്പോയി. ഇനി എന്നാണ് ടമാർ പടാറിൽ പോകുന്നത്? എന്തിനാ അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, അവിടെ ആഹാരം വെക്കുന്നവരെ കൊടുത്ത നല്ല രീതിയിൽ കറി വെച്ചു ഒടിഞ്ഞ കാലം തൂപ്പിട്ടിരിക്കും. അടിപൊളി. നല്ല സൂപ്പറായിരിക്കും. അടിപൊളി. എന്താ അത്ര ചെറിയ ഡ്രസ് ഇട്ടിരിക്കുന്നത്? നാട്ടിലെല്ലാവരും അങ്ങനെ തന്നെയാണോ? ചോദിച്ചായിട്ടില്ലേ? അതായത് ഇങ്ങനത്തെ ഡ്രസ് ഇട്ടുണ്ട് ഇത്ര പെമ്പിള്ളാർക്ക് ഇങ്ങനെ വന്നിങ്ങനെ നാണമില്ലേ? മോളെ പേരെന്താണ്? ജസ്സില്ല. ജസില, ഈ ഞങ്ങൾ ഇങ്ങനെ ഈ കീറിയത് ഇട്ടിട്ട് കാട്ടിൽ നിൽക്കുന്നതിന് ഒരു അഭിമാനമുണ്ട്. ഇതിനേക്കാളും ഗതിയേട് ഉള്ള ഡ്രസ് ഇട്ടുണ്ടല്ലേ നിങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾ ടമാർ പടാറ് കാണാറുണ്ടോ? കാണാറുണ്ടെന്നാ ശരിക്കും പറഞ്ഞാൽ ഞാനും ഞങ്ങളെ ടീമല്ല അതിന്റെ ഒരു ആരാധകരാണ്. പിന്നെ അടിപൊളിയല്ലേ എല്ലാ ഷോയും സൂപ്പറായിട്ട് എല്ലാ ഷോയും കാണും. എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിനെ ഞാൻ പറയാം. പക്ഷെ എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. സംബന്ധം വേറൊന്നുമല്ല. നിങ്ങളെ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നാട്ടിൽ വസിക്കുന്ന എനിക്ക് ഒരു ചെറിയ ആഗ്രഹമാണ്. അതിനോടൊപ്പം എനിക്കൊരു ഡാൻസ് ഇതിൽ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് ഒരു ഡാൻസ് കളിക്കുന്നത്. അതെ, ഞാൻ റെഡിയാണ്. എന്നെ ചവിട്ടി കൊല്ലാനല്ല, എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ. കാട്ടിനകത്ത് വന്നാൽ എനിക്ക് സമാധാനം തരും. ശരി ശരി, ഓക്കെ ഓക്കെ. എന്നാ ഞാൻ വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പോയിന്റ്. ഇതിൽ ആരെ തന്നെ നമുക്ക് നമ്മുടെ ഡമാർ പടാറിൽ മുകളിലെ കണക്ക് കയറ് തൂങ്ങി കിടക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? തങ്കച്ചൻ എന്നാണ്. പാവം കേട്ടോ. സത്യം പറഞ്ഞു, വേറെ ഒരു കാര്യം പറഞ്ഞല്ലേ, ഞാൻ ആ ഷോ കാണുമ്പോൾ എനിക്ക് പാവം തോന്നുന്നു. കാരണം എന്ത് പറഞ്ഞാലും ചെയ്യും അവന്. എന്ന് പറഞ്ഞാലേ ഞാനിങ്ങനെ ഷോ കണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ബഗീര് ചോദിക്കും മൗഗ്ലി ഈ തങ്കച്ചൻ എന്ന് പറഞ്ഞ പാർട്ടിയെ അവന്റെ പരിപാടിയാണോ കൊള്ളാം എന്നറിയാം. മീശ എടുക്കും. എത്ര എന്ത് വേണമെങ്കിലും അവൻ ചെയ്യാം. ചെയ്യിപ്പിക്കുന്ന മാത്രമല്ല, അവന് ആത്മാർത്ഥത ഉള്ളത് കൊണ്ട് കറക്റ്റ് അവൻ ചെയ്യും. ഇപ്പൊ തന്നെ എത്ര എപ്പിസോഡുകൾ. അന്യ കാട്ടിൽ നിന്ന് ഞങ്ങളെ തേൻ കുടിക്കാൻ വന്നല്ലേ? മരിവണ്ടിക്കാണ് ഉദ്ദേശിച്ചത്. കുറച്ച് തേൻ ഞങ്ങൾക്ക് വെച്ചേക്കണം കേട്ടോ. ഞങ്ങൾ എന്റെ തേനൊന്നും ഇവിടെ കിട്ടാത്തോണ്ട് പയറിങ്ങിഞ്ഞാണ് വെച്ച് കുടിക്കുന്നത്. അപ്പഴേ ഞാൻ വേണ്ടെങ്കിൽ വേണ്ട ഡാൻസ് ചെയ്യാനായിട്ട്. ഇതിൽ ആരെ തന്നെ എടുക്കും? ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്റെ ഹെയറിനും എന്റെ ഈ ചാട്ടത്തിനും എന്റെ ഈ ലുക്കിനും സ്വഭാവത്തിനും സ്വഭാവത്തിനും പറ്റിയ ഒരേ ഒരാളേ ഉള്ളൂ. അങ്ങേറ്റത്തിരിക്കണം. അത് മതി. അത് ഫിക്സ് ചെയ്യാൻ കാര്യം എന്നറിയാം. ഈ തങ്കച്ചനുമായിട്ട് അത് ചെറിയ ആഗ്രഹം. തങ്കച്ചന് അത്ര ഇഷ്ടല്ലേ? തങ്കച്ചന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ അവന് ഭയങ്കര ഇഷ്ടമുണ്ട്. എല്ലാ അത് ഡാൻസ് ഒക്കെ അവന്റെ കൂടെ കളിക്കുമ്പോ. അപ്പൊ തങ്കച്ചിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് മോഗ്ലിയുടെ ഇഷ്ടമാണല്ലോ. അപ്പൊ മോഗ്ലിയുടെ ഇഷ്ടം എന്ന് പറയുമ്പോ തങ്കച്ചിന്റെ ഇഷ്ടം. അനു എന്നാണ് പേര്. ഏതായാലും മോഗ്ലി, നിന്നെ ഞാൻ വനറാണിയാ ഈ ഡാൻസോടെ കൂടെ. ശരി, ഓക്കെ. അപ്പൊ തുടങ്ങല്ലേ? തുടങ്ങാം. കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ കരുത്തമിഴി ഇളകണതെന്തടി കള്ളി കരിങ്കള്ളി കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ കരുത്തമിഴി ഇളകണതെന്തടി കള്ളി കരിങ്കള്ളി ചില്ലുടഞ്ഞ കണ്ണാടി കണ്ണിനുള്ളിൽ എന്താണ് തൊടുത്തുവിക്കും നെഞ്ചത്ത് എടുത്തു വച്ചതെന്താണ് എന്റെ ഈ സ്റ്റൈലല്ലേ സ്റ്റൈലിനത്തെ ഫിഗറല്ലേ പച്ചമാങ്ങ നാട്ടുമാവില് മാങ്ങ പച്ചമാങ്ങ നീ നാട്ടുമാവില് മാങ്ങ കുറുക്കുമൊഴി കുറുകണ കുറുമ്പി പെണ്ണേ എൻ കണ്ണേ കരുത്തമിഴി ഇളകണതെന്തടി കള്ളി കരിങ്കള്ളി ചില്ലുടഞ്ഞ കണ്ണാടി കണ്ണിലുള്ളിൽ എന്താണ് തൊടുത്തു വിങ്ങും നെഞ്ചത്ത് എടുത്തു വച്ചതെന്താണ് എന്റെ ഈ സ്റ്റൈലല്ലേ സ്റ്റൈലിന് തപ്പിക്കല്ലേ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ പച്ചമാങ്ങ നീ നാട്ടുമാവിലെ മാങ്ങ. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. ചോദിച്ചോ. വരുന്നോ എന്റെ ചെന്നായി മാമിക്ക് ഒരു കൂട്ടാച്ചി? മാമി എന്നെയും മോളായിട്ട് കാണോ? പിന്നെ തീർച്ചയായിട്ടും കാണും. എന്നാ ഞാൻ വരാം. പള്ളി തൂങ്ങി ഒന്ന് പൊക്കി എടുത്തോണ്ട് പോകും. ഞങ്ങളുടെ ടമാർ പടാർ ടീമിനെ കണ്ടോ മോഗ്ലി ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പൊ തന്നെ ഞങ്ങൾ ഡബിൾ ഹാപ്പിനെസ് സന്തോഷിപ്പിച്ചു വന്നു. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ, അടിപൊളി, നന്നായി. എങ്ങനെയുണ്ട് ഞങ്ങളെ കുട്ടി? അടിപൊളി, സൂപ്പറല്ലേ? അടിപൊളി. എങ്ങനെയൊക്കെ സഹിക്കണോ? അയ്യോ. ഓഡിയൻസിനോട് ചോദിക്കട്ടെ, ഈ കാട്ടിലെ മോഗ്ലിയുടെ കൂടെയുള്ള നമ്മുടെ ടമാർ പടാർ ടീമിന്റെ അനുക്കുട്ടിയുടെ ഈ ഒരു ഡാൻസിനെ പറ്റി എങ്ങനെയുണ്ടായിരുന്നു ഓഡിയൻസ്?
അപ്പൊ ഇതിലും താങ്ക് യു സോ മച്ച് അനുകുട്ടി, താങ്ക് യു സോ മച്ച്. സോമനാ? സോമനല്ല, സോ മച്ച് ഇംഗ്ലീഷാ, ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാ. ഞാൻ വിചാരിച്ചു താങ്ക് യു സോമ എന്ന് പറഞ്ഞിരിക്കുന്നു, പേര് മാറ്റിയെന്ന്. അതെ പൗക്കളി ഇപ്പൊ ഒരു കൗണ്ടർ അടിച്ചില്ലേ, ആ. താങ്ക് യു സോമാന്ന്. ആ. ആ കൗണ്ടർ ഞങ്ങൾ ഈ കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ. വേണ്ട വേണ്ട വേണ്ട, ഫോറസ്റ്റുകാർ പിടിക്കും. ചന്ദനത്തടി കൊണ്ടുപോയാലും ഫോറസ്റ്റുകാർ വെറുതെ വിടും, പക്ഷെ ഈ കൗണ്ടർ കൊണ്ടുപോയാ അപ്പൊ പിടിക്കും. അപ്പൊ ഞാൻ പോട്ടെ. ഹലോ, അധികം നേരം ഇവിടെ ചുറ്റിക്കറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലേക്ക് പോണ്ടി വരും ചിലരുടെ കൂടെ. അതെ. ഓക്കെ, ടാറ്റാ. ഒരു ദിവസം ഞാൻ വള്ളി തൂങ്ങി ഒന്ന് എടുത്തോണ്ട് മൊബൈലാ മാമ. പറയാം മാമ. അല്ല ഞാനിപ്പോ എന്ത് ഞാൻ ഈ ചെറുപ്പക്കാരനായ ഞാൻ എന്ത് ചെയ്യാന്ന് നിങ്ങൾ അത് ആദ്യം പറ. ആ ചികിത്സയ്ക്ക് ഞാനിപ്പോ എന്ത് ചെയ്യാൻ? ഏത് മാമ? ഞാൻ ഏതെല്ലാം ഭാഗത്ത് ഞാൻ എവിടെയൊക്കെ ചെന്ന് ഞാൻ കൈ കാണിക്കണം, നിങ്ങൾ അത് ആദ്യം പറ. ആപത്തുള്ള കാലത്ത് അവനും പറയണ കേട്ടുകൊണ്ട് അത് ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യാനാണ്? ഇപ്പൊ ടമാർപടാറിലെ ഫ്ലവേഴ്സിലെ ടമാർപടാറിലെ പിള്ളേരെ കൂടെ വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ഫാൻസുകാരൊക്കെ ഉണ്ട്. ഞാൻ അവരുടെ അടുത്ത് വല്ലതും ചോദിക്കാം, ചികിത്സയ്ക്ക് വല്ലതും കിട്ടണമെങ്കിൽ ആവട്ടെ, ഉള്ള പങ്ക് വല കയറി പല തുള്ളി പെരുവെള്ളം അങ്ങനെ ആയിക്കോട്ടെ. മാമ ഇപ്പൊ എവിടെ വയ്ക്കണേ? മാമന? ഏത് മാമൻ? ടാർസൻ കേട്ടോ, ടാർസൻ. മാമനോ? ടാർസൻ എന്റെ മൂത്ത മാമനല്ലേ വെമ്പായത്തുള്ള. അല്ല, ഇങ്ങനെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതറിഞ്ഞൂടെ? നിങ്ങൾ ഞാൻ പറ്റി ഇടപഴകിയില്ലല്ലോ. ഇടപഴകിയാലേ ഞാൻ ആരാണ് എന്താണെന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഈ ടാർസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വന്തം മാമനാണ്. അവന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറിൽ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ പോകുന്നല്ലേ. അപ്പൊ ആവത് കെട്ടപ്പോ ഈ കിരീടം മറ്റു രാജാവിന്റെ കൈമാറുന്നത് പോലെ ഈ കയർ എന്റെ തന്നെ. എന്നിട്ട് മാമൻ ഇങ്ങനെ ചാടി ഇങ്ങനെ അങ്ങനെ ആടി അങ്ങനെ പോയ സമയത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചെന്നങ്ങ് വീണു. അങ്ങനെ ഒരു പായ്ക്കപ്പൽ ചെന്ന സമയത്ത് ഇതിനെ ഈ കളറൊക്കെ കണ്ട് ടാർസനാണെന്ന് കണ്ടിട്ട് കരയെ കയറ്റി നേരെ കൊണ്ടുവന്ന് വെമ്പായത്തെ അത് പ്രൈവറ്റ് ആശുപത്രിയിൽ 15 ദിവസം ഞാനാണ് ഈ ചെലവും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയത്. എന്നിട്ട് അപ്പൂപ്പന്റെ കാര്യം അത് വേറെ. ഞാൻ എന്ത് ചെയ്യും? ഡിങ്കന്റെ അപ്പൂപ്പനല്ലേ? ഇങ്ങനെന്ന് പറയണത് എലിയല്ലേ? അപ്പൊ ഇതാര്? ഇത് നച്ചലി, അതുപോലെയൊക്കെ തന്നെ കാട്ടിൽ വന്ന് അസ്ഥാനത്ത് തമാശ പറയരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ ഡിങ്കൻ എന്ന് പറഞ്ഞ എന്റെ അപ്പൂപ്പനാണ്. പുള്ളിക്കാരന് ഒരു സൂക്കടുണ്ട്, ആരെങ്കിലും പറഞ്ഞു പൊക്കിയാൽ അങ്ങ് ചെയ്തോളൂ. മനസ്സിലായി? പണ്ട് ഈ ആരോഗ്യമുള്ള സമയത്ത് പോയി ഡിങ്ക പോയി ആ മലയും ഞെടുത്തോണ്ടോടെന്ന് പറഞ്ഞാൽ അപ്പോൾ എടുത്തോണ്ട് വരും. എടാ ആ പാറയും ഞെടുത്തോണ്ടോടെന്ന് അപ്പം എടുത്തോണ്ട് വരും. എടാ മരവും പൊടിത്തോണ്ടോടാ അപ്പം ഞെടുത്തോണ്ട് വരും. ഈ പറഞ്ഞവരങ്ങ് പോവുകയും ചെയ്ത് അപ്പൂന്റെ കാലോടി ഞാൻ അവിടെ കിടക്കുകയും ചെയ്തു. ഇപ്പൊ ഈ ചികിത്സ നോക്കുന്നവരാണെന്ന് ഞാൻ ഈ ഒരു ചെറിയ പയ്യൻ എന്തൊക്കെ ഞാൻ ചെയ്യും? അപ്പൊ ഇപ്പൊ പുള്ളിക്ക് എന്ത് പറ്റി? കാലൊടിഞ്ഞു? പുള്ളി കാലൊടിഞ്ഞ് എക്സ്റേ എടുക്കാൻ പൈസ ഇല്ലാതെ അവിടെ കിടക്കല്ലേ. ഈ ടാർസൻ എന്ന് പറഞ്ഞ എന്റെ മാമന് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് അനുവദിച്ചു. അപ്പൊ ഈ മാമൻ പഞ്ചായത്തിൽ ചെന്നപ്പോ ഒരു വീട് അനുവദിച്ചു പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ, ടാർസ നീ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ നീ നിനക്ക് ചികിത്സയ്ക്കൊന്നും വൃത്തിയില്ല, നീ ഇങ്ങനെ നിൽക്കുകയല്ലേ, ഒരു കാര്യം ചെയ്യും, നിനക്കൊരു 3 ലക്ഷം രൂപ ലോണ് ഇങ്ങനെ എഴുതി ഇങ്ങനെ കൊടുത്തു. അങ്ങനെ ടാർസ എന്റെ മാമന് വീട് കിട്ടി, കക്കൂസ് കിട്ടി, ഇതെല്ലാം കിട്ടി. പിന്നെ എന്റെ ഡിങ്കൻ അപ്പൂപ്പന് ചികിത്സാ കാർഡ് ഇല്ലാത്തതുകൊണ്ട് എന്റെ അടുത്ത് പറയണം, മക്കളെ നീ എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്യണം, കാരണം എനിക്ക് കാർഡുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് മക്കളെ നീ എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ഏതായാലും അപ്പൂപ്പ ഈ കാലൊടിഞ്ഞ് ഇങ്ങനെ കിടക്കല്ലേ, എനിക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി തന്നു പറഞ്ഞ് ഞാൻ ആ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. അത് മാത്രമല്ല കേസ് വേറെയും. ഈ പ്രശ്നത്തിന് പുറമേ കേസ് വേറെ. എന്ത് കേസ്? പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന വല്ല ഇത്രയും വലിയ ഹീറോയ്ക്ക് കേസ്? അപ്പൂപ്പനെ ഈ നിക്കറിങ്ങനെ പുറത്തിട്ടുണ്ട് നടക്കുമല്ലോ പാന്റിന്റെ, അതിപ്പോഴാ കോടതിയിൽ കേസായത്. അത് കേസായത് മാത്രമല്ല, അത് അവര് കേസാക്കില്ലായിരുന്നു. ചട്ടി മുകളിലിട്ടുണ്ട് നടക്കുന്നതിൽ കേസാക്കില്ലായിരുന്നു. അതിപ്പം ഒരു ആമാനുഷിക ശക്തി ഉള്ളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അങ്ങ് വിടുമായിരുന്നു. പക്ഷെ അപ്പൂപ്പൻ മുണ്ടഴിച്ച് കെട്ടിയത് അവിടെ ഇങ്ങനെ കെട്ടിക്കിട്ടു, അതിലാ കേസായത്. ഞാനൊരു ചെറുപ്പക്കാരൻ, ഞാൻ എന്തൊക്കെ ചെയ്യണം? ഈ എന്റെ അപ്പൂപ്പന്റെ ഈ ചികിത്സാ ചെലവിന് വേണ്ടി ഞാൻ എന്റെ ഈ ബഗീരയല്ലേ പാവം, എന്ത് പറഞ്ഞാലും കേൾക്കും. ഈ ബഗീരയും എന്റെ ഈ മക്കളെ എല്ലാവരും കൂടെ ആയിട്ട് ഞാൻ ജംഗ്ഷനിൽ ചെന്ന് നോട്ടീസ് അടിച്ച് പാട്ട് പാടിയാണ് ഈ ചികിത്സയ്ക്ക് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്. ആയ കാലത്ത് ഇത് എനിക്ക് എന്തുണ്ടാക്കി തന്നെ ഈ അപ്പൂപ്പ, ഈ കളവ എനിക്ക് എന്തുണ്ടാക്കി? ഞാൻ എനിക്ക് എത്ര ബുദ്ധിമുട്ട്. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചികിത്സയ്ക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ, ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ? അല്ല ഇപ്പൊ എന്തായാലും നമ്മളുണ്ടല്ലോ, നിങ്ങള് അല്ലേ പെർഫോമൻസ് ഒരുപാട് കാര്യങ്ങൾ ഈ മനസ്സിൽ കൂടെ തല കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമ്മതിക്കണം നമ്മുടെ മുകളിൽ. മൗഗ്ലി ഒരു കാര്യം ചെയ്യും, ഇത്ര ആളില്ല, ഇത്രയും പേര് ഇവിടെ ഒരു ചിലപ്പിച്ചാൽ കുറച്ച് പൈസ സെലിബ്രിറ്റി ആണ് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും. ഞാൻ നിങ്ങളെ മുമ്പ് ഞാൻ പാട്ട് പാടാം, പക്ഷെ ചെറിയ ചെറിയ സഹായങ്ങൾ എന്ന് കഴിഞ്ഞാൽ എന്റെ അപ്പൂപ്പന് ആ കാലം ഒന്ന് ചികിത്സിക്കാൻ പറ്റും. അല്ല, ട്രൂ ആർട്ടിസ്റ്റ് ആണ്, നല്ല കഴിവുണ്ടെങ്കിൽ നമ്മുടെ ടമാർപടാർക്കാരെല്ലാവരും അത് പ്രോത്സാഹിപ്പിക്കും, സഹായം നമ്മൾ ചെയ്യും. ശരിയാണ്. എവിടെ പോയി ബഗീര? എനിക്ക് വെച്ചിട്ട് പഴിഞ്ഞെടുത്ത് കുടിക്കാൻ പോയെന്ന്. പ്രിയമുള്ളവരെ,
എൻ്റെ ഡിങ്കൻ അപ്പൂപ്പൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഞാനും ബഗീര സംഘവും അവതരിപ്പിക്കുന്ന ഒരു ആക്ഷൻ സോങ് ആണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ചികിത്സ കഴിഞ്ഞാൽ എൻ്റെ ഡിങ്കൻ അപ്പൂപ്പനെ വേട്ടംപള്ളിയുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അവിടെയാണ് എൻ്റെ അപ്പൂപ്പന്റെ ആദ്യ ഭാര്യ നയോമി അമ്മ. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചു. ബഗീരെ വാടാ, ബഗീരെ, വാടാ. ഡിങ്കന്റെ ചികിത്സാ സഹായം. പിന്നെ ഇവിടെ നമ്മൾ പാട്ട് പാടിയ ഈ ടമാർ പടാറിലെ പിള്ളേർ ചെറിയ ചെറിയ സഹായങ്ങൾ തരാന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടാ. അപ്പൊ അതുകൊണ്ട് തകർത്ത് നിന്നോണം കേട്ടാ. നമ്മൾ അപ്പൂപ്പന് വേണ്ടിയാണ് കേട്ടാ, ആ കള്ളക്കളവന് വേണ്ടിയാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഡിങ്കന്റെ ചികിത്സ ധനസഹായം. സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ? ആണല്ലോ. എന്റെ അപ്പൂപ്പൻ B.Ed അപ്പൂന് ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നു. അയ്യോ എന്തെല്ലാം പരിപാടി ഉണ്ടായിരുന്നു ചെറ്റപ്പക്ക്. അല്ല ഇഷ്ടംപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്റെ അപ്പൂപ്പന്റെ. അപ്പൊ ആ പാട്ട് ഞാൻ ആ മൊബൈലിൽ തന്നിട്ടുണ്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പൊ വേഗം പോയിട്ട് ഡിങ്കനപ്പൂപ്പന്റെ ചികിത്സക്ക് വേണ്ടിട്ട് ഈ കാശൊക്കെ വേഗം അടക്കി എന്നിട്ട് ട്രീറ്റ്മെന്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ കാണാം ബാസിക്കറിലെ ഷാറൂഖ് ഖാനെ സന്തോഷമായല്ലോ. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോ എല്ലാരും ഞങ്ങൾക്ക് സംഭാവന തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഇനി 2 ആഴ്ചക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും കുറച്ച് നെമ്മീനും ഒക്കെ വാങ്ങിച്ച് അടിപൊളിയായിട്ട് കറി വെച്ച് കഴിക്കണം. ഇത് വയ്യാതെ നടക്കണ ഇതൊക്കെ കഴിക്കുവോ? അങ്ങേർക്കാർ കൊടുക്കുന്നത് അങ്ങേര് അവിടെ കിടന്ന് ചാവട്ട്, ഞങ്ങൾക്ക് കഴിയണ്ടേ. വീണ്ടും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ തങ്കു വരണമാസമാണെന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് മറ്റൊരു ക്യാരക്ടറായിട്ടാണ് മോഗ്ലി ആയിട്ടാണ് എത്തിയത്. നമ്മുടെ തങ്കുവിനായിട്ട്, നമ്മുടെ തങ്കു ചേട്ടനായിട്ട് വലിയ കൈഡ് കൊടുക്കണം. തങ്കു ചേട്ടന് നമ്മൾ ക്രെഡിറ്റ്സ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈക്വൽ വെയിറ്റേജ് നമുക്ക് കൊടുക്കേണ്ട നമ്മുടെ ടീംസ് എന്ന് പറയുന്നത് നമ്മുടെ ആർട്ട് ടീം. ശരിക്കും പറഞ്ഞ ഒരു കാട്ടിൽ പോയൊരു ആംബിയൻസ് ആണല്ലോ, എന്തൊരു റിഫ്രഷ്മെന്റ് ആണെന്നറിയോ. അത് മാത്രമല്ല മൃഗങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതും നമ്മുടെ ആർട്ട് ടീമിലെ മെമ്പേഴ്സ് തന്നെയാണ്. അവർക്കും ഒരു വലിയ കൈ കൊടുക്കണം. ആൻഡ് മോഗ്ലിയെ, നമ്മുടെ തങ്കു ചേട്ടനെ മോഗ്ലിയാക്കി മാറ്റിയത് നമ്മുടെ മേക്കപ്പ് ടീമാണ്. ഒപ്പം നമ്മുടെ കോസ്റ്റ്യൂം ടീമിനും ഒരു വലിയ കൈ കൊടുക്കണം.